നമ്മുടെ ദൈവം തേജോമയനാണ്. തേജോമയനും നല്ലവനും നിത്യനുമായ നമ്മുടെ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈവത്തിന് തുല്യനായി ആരുമില്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, സർവവല്ലഭനായ ദൈവമാണ്. ഈ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയത്തിന് പ്രേരണ നൽകുന്ന ഒരു വേദഭാഗം വായിക്കുന്നു. മീഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. നമ്മുടെ ദൈവത്തെ പോലെ ആരുള്ളൂ? അതെ, ഇത് മീഖ പ്രവാചകൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കുറിച്ച് ചോദിക്കുന്ന ഒരു പ്രസ്താവനയാണ്. നാം ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുന്ന ഒരു വാക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം, ഇസ്രായേലിന്റെ മേൽ അധിവസിക്കുന്ന ഇസ്രായേലിൻ ദൈവം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു, സർവ വല്ലഭനായ സത്യദൈവം, അവന് തുല്യനായി ഒരു ദൈവമില്ല. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന് ഇസ്രായേൽ ജനം അവനെ വിളിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ നാം അവനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു എന്ന് വിളിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പിതാവും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായ ദൈവം, ത്രിയേക ദൈവത്തിന്റെ ആ സർവ വല്ലഭത്വം നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവം ഇല്ല. ഈ ദൈവത്തിന്റെ 10 പ്രത്യേകതകൾ മീഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഒന്നാമതായി 18-ാം വാക്യത്തിൽ നാം കാണുകയാണ്, അവൻ അകൃത്യം ക്ഷമിക്കുന്നവനാണ്. രണ്ടാമതായി, അവൻ അതിക്രമം പൊറുക്കുന്നവനാണ്. മൂന്നാമതായി, അവൻ കോപം സൂക്ഷിക്കാത്തവനാണ്. നാലാമതായി, ദയയിൽ പ്രസാദിക്കുന്നവൻ ആണ്. നമ്മുടെ ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിച്ചു. നിങ്ങളുടെയും എൻ്റെയും പാപം അത് വളരെ വലുതായിരുന്നു. നമ്മുടെ പാപം നമ്മോട് ക്ഷമിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ പൊറുക്കുന്നവനാണ്. അതെ, നിങ്ങളും ഞാനും ദൈവത്തിന്റെ നിയമം ലംഘിച്ചപ്പോൾ, നിങ്ങളും ഞാനും നിത്യ നരകത്തിന്റെ അവകാശികളായപ്പോൾ അത് നമ്മളോട് ക്ഷമിക്കുവാൻ അവൻ തയ്യാറായി. അത് തന്റെ കർത്താവായ യേശുക്രിസ്തു എന്ന തന്റെ പുത്രനായ നമ്മുടെ രക്ഷിതാവായ മഹാദൈവമായ ഒരുവന്റെ നാമനിമിത്തം മാത്രമാണ്. അവൻ കോപം സൂക്ഷിക്കാത്തവനാണ്. ദൈവത്തിന്റെ കോപത്തിന്റെ മക്കളായിരുന്നു നാം. ദൈവക്രോധത്തിൽ നിത്യം നരകശിക്ഷയ്ക്ക് യോഗ്യരായി തീർന്നവരായിരുന്നു നാം. എന്നാൽ അവൻ നമ്മളോടുള്ള കോപം സൂക്ഷിച്ചില്ല. അവൻ നമ്മോട് ആ കോപം വെച്ചിരുന്നുവെങ്കിൽ കോപം നിമിത്തം നിങ്ങളും ഞാനും നിത്യ നരകത്തിന് പാത്രീഭൂതരായി തീർന്ന് നിത്യശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കോപം സൂക്ഷിക്കാത്ത ദൈവം, അവൻ എത്ര കരുണയുള്ളവനാണ്. അവനെ കുറിച്ച് പറയുകയാണ്, നാലാമതായി, അവൻ ദയയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. വീണ്ടും 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3 പ്രത്യേകതകൾ കൂടെ ഈ ദൈവത്തെ കുറിച്ച് നാം കാണുന്നു. 5-ാമതായി അവിടെ നാം കാണുകയാണ്,
വീണ്ടും കരുണ കാണിക്കുന്നവൻ. അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. He has shown us his mercy and he shows that mercy repeatedly to us. തന്റെ കരുണ അവൻ നമ്മളോട് കാണിച്ചവനാണ്. അവൻ വീണ്ടും വീണ്ടും കരുണ കാണിക്കുന്നവനാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ വാക്യങ്ങൾ നിറവേറുന്നത് ഭാവിയിൽ അവരുടെ പാപം നീക്കി അവരെ ശുദ്ധീകരിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവരെ ഒരുക്കിയെടുക്കുമ്പോൾ അവരുടെ ദൈവത്തെ മഹത്വം വർണ്ണിച്ച് അവരാരാധിക്കുന്നതാണ് ഈ വാക്യത്തിൽ കാണുന്നത്. എന്നാൽ നിങ്ങൾക്കും എനിക്കും ഈ 10 കാര്യങ്ങളും നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറയുവാൻ കഴിയും. നാം 5-ാമതായിട്ട് കാണുകയാണ് വീണ്ടും കരുണ കാണിക്കുന്നവൻ. അതെ, നിങ്ങളെയും എന്നെയും നമ്മുടെ പാപം കഴുകി ശുദ്ധീകരിച്ച നമ്മുടെ കർത്താവ് ഇന്നും കരുണയോടുകൂടെയാണ് നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. 6-ാമതായി അവൻ അകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നവനാണ്. അതെ, നമ്മുടെ കർത്താവ് വരികയാണ്. അവൻ എന്നേക്കുമായി നമ്മുടെ മുമ്പിൽ നിന്ന് പാപത്തെ നീക്കും, അതിക്രമം ഇല്ലാതാക്കും. പിന്നെ പാപത്തിന്റെ സാന്നിധ്യമില്ല. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിത്യം അവനെ ആരാധിച്ചുകൊണ്ട് പാപമില്ലാത്ത പരിശുദ്ധമായ അവസ്ഥയിൽ വിശുദ്ധിയിൽ നാം അവനോടൊപ്പം നിത്യം ആയിരിക്കും. അതുകൊണ്ട് അവൻ അകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നവനാണ്. പിന്നെ നാം 7-ാമതായിട്ട് അവനെ കുറിച്ച് വായിക്കുകയാണ്, പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയുന്നവൻ. അതെ, ഒരിക്കൽ ഒരു ദൈവദാസൻ എന്റെ പാപങ്ങളെ ദൈവം സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളഞ്ഞു എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഈ ദൈവദാസൻ പറയുകയാണ്, പസഫിക് സമുദ്രത്തിന്റെ ആഴം അത് ഏകദേശം 5 മൈലാണ്, 8 കിലോമീറ്റർ ആണ് എന്ന് കേട്ടു. അപ്പോൾ ഈ 5 മൈൽ ആഴം അഥവാ 8 കിലോമീറ്റർ ആഴമുള്ള ആ പസഫിക് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഒരുവന്റെ പാപം എറിഞ്ഞു കളഞ്ഞെങ്കിൽ അതൊരിക്കലും അവിടെ നിന്ന് പൊങ്ങി വരികയില്ല. ഈ കാര്യത്തെക്കുറിച്ച് ആ ദൈവദാസൻ കേട്ട് ധ്യാനിച്ചപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന്. എന്താണ്? നിങ്ങളുടെയും എന്റെയും പാപം എത്രയധികം ആഴത്തിലേക്ക് ദൈവം ഇട്ടുകളഞ്ഞു. ദൈവസ്നേഹത്തിന്റെ ആഴം, അതിന്റെ ഉയരം, നീളം, വീതി, അത് നമുക്ക് വർണ്ണിച്ചു തീർക്കുവാൻ കഴിയുകയില്ല. ദൈവം നമ്മളോട് ക്ഷമിച്ചപ്പോൾ, നമ്മുടെ പാപങ്ങളെ അവൻ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ടുകളഞ്ഞപ്പോൾ നിങ്ങളോടും എന്നോടുമുള്ള സ്നേഹം അവൻ വ്യക്തമായി വെളിപ്പെടുത്തുകയായിരുന്നു. ഇനിയും നമ്മുടെ പാപങ്ങളെ തിരിച്ച് എടുത്തുകൊണ്ടുവന്ന് നമ്മളെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ആരൊക്കെ ക്രിസ്തുയേശുവിലുണ്ടോ അവർക്ക് ഇനിമേലാൽ ഒരു ശിക്ഷാവിധിയുമില്ല. അതാണ് റോമാലേഖനം 8-ന്റെ 1-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. നാം 8-ാമതായിട്ട് 20-ാം വാക്യത്തിൽ കാണുകയാണ്, നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തവനാണ് അവൻ. അതെ, ഇസ്രായേലിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത് സത്യം ചെയ്ത് അവരുമായി ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മോടും പുത്രൻ മുഖാന്തരം ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പുതിയ നിയമം, ആ ന്യൂ കവനന്റ്, നമ്മളോട് ദൈവം ചെയ്തിരിക്കുന്ന ഒരു നിയമം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളോട് ചെയ്തിരിക്കുന്ന നിയമം, രക്തമുഖാന്തരം നമ്മുടെ പാപങ്ങൾ മായിച്ച, നമ്മുടെ പാപങ്ങൾ നീക്കിക്കളഞ്ഞ, നമ്മുടെ പാപം എന്നേക്കുമായി മറന്നു കളഞ്ഞ ആ ഒരു വലിയ ഉടമ്പടി. അതെ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ സന്നിധിയിൽ കൂട്ടുകയും എന്ന് ദൈവം അരുളി ചെയ്യുമ്പോൾ, ക്രിസ്തു യേശുവിന്റെ പരമയാഗത്തിൽ വിശ്വസിച്ച് നിങ്ങളും ഞാനും ദൈവമക്കളായതുകൊണ്ട് അവന്റെ സന്നിധിയിലായിത്തീരുന്നത് എത്രയോ ഭാഗ്യം ഉള്ളതാണ്. നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തവൻ വ്യക്തിപരമായി നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പിതാക്കന്മാരോട് സത്യം ചെയ്ത ദൈവം നമ്മോട് വാഗ്ദത്തം നൽകി ഉടമ്പടി ചെയ്ത് ഒരു വലിയ പ്രതിജ്ഞ നിറവേറ്റുന്ന ദൈവമാണ് അവൻ. 9-ാമതായി അവനെ കുറിച്ച് നാം വായിക്കുകയാണ്, നമ്മുടെ ദൈവം വിശ്വസ്തത കാണിക്കുന്ന ദൈവമാണ്. അതെ, യാക്കോബിനോട് വിശ്വസ്തത കാണിച്ച,
വലിയവനായ ദൈവം നിങ്ങളോടും എന്നോടും വിശ്വസ്തനാണ്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, നമ്മുടെ ദൈവം എന്നും വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നവനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പത്താമതായി നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാം വായിക്കുകയാണ്, നിന്റെ ദയ അബ്രഹാമിനോടും കാണിച്ചു. അതെ, നമ്മുടെ ദൈവം ദയ കാണിക്കുന്നവനാണ്. ഇന്നും ദയാലുവാണ്, കരുണാമയനാണ്. ദയയുള്ള നമ്മുടെ ദൈവം യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. നിങ്ങളും ഞാനും ഇന്ന് പകലിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ 10 വിധമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. നമ്മുടെ ദൈവത്തിന് തുല്യനായി മറ്റൊരു ദൈവമില്ല. നമ്മുടെ ദൈവമല്ലാതെ ജീവനുള്ള സത്യ ദൈവം വേറൊന്ന് ഇല്ല. ഏക സത്യ ദൈവമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്കിന്ന് പകലിലും നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ, പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ വീണ് ത്രിയേക ദൈവത്തെ നമുക്ക് നമസ്കരിക്കാം, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമ്മുടെ ദൈവം അകൃത്യം ക്ഷമിക്കുന്നവനാണ്, അതിക്രമം പൊറുക്കുന്നവനാണ്, കോപം സൂക്ഷിക്കാത്തവനാണ്, ദയയിൽ പ്രസാദിക്കുന്നവനാണ്, വീണ്ടും കരുണ കാണിക്കുന്നവനാണ്, അകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നവനാണ്, പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞവനാണ്, പിതാക്കന്മാരോട് സത്യം ചെയ്തവനാണ്, വിശ്വസ്തത കാണിക്കുന്നവനാണ്, ദയ കാണിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള മറ്റൊരു ദൈവം ഉണ്ടോ? ഇങ്ങനെയുള്ള മറ്റൊരു ദൈവത്തെക്കുറിച്ച് ഭൂമിയിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറ്റമില്ലാത്തവൻ. അവന് തുല്യനായി ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെ പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഇത്ര നല്ല ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ നാം ആനന്ദത്തോടെ, ആത്മാർത്ഥതയോടെ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പ്രിയനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. അങ്ങ് ദയാമയനാണ്, വിശ്വസ്തനാണ്, മഹാദയയും കരുണയും ദീർഘക്ഷമയും ഉള്ളവനാണ്. അങ്ങയെ പോലെ മറ്റൊരു ദൈവമില്ല. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു, അങ്ങ് ഞങ്ങളെ നിത്യജീവന് വേണ്ടി തിരഞ്ഞെടുത്തു. നിത്യസ്വർഗം ഞങ്ങൾക്ക് അവകാശമായി തന്നു. ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല നന്മയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ ചുംബിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പ്രിയ പിതാവേ, എളിയവരാകുന്ന ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.